ഇന്ന് മലയാള സിനിമയിൽ ശോഭന ചേച്ചിയുടെ അത്രയും ആ ഒരു കഥാപാത്രം ചെയ്യാനുള്ള ഒരു മലയാളി നടി ഉണ്ടാവില്ല. അത് 100% എനിക്ക് ഉറപ്പുണ്ട്. ഇത് ശരിക്കും ബാലയാണോ എന്ന് ചോദിച്ചാൽ ബാലയല്ല, ഡ്രാമയാണോ എന്ന് ചോദിച്ചാൽ പക്ക ഡ്രാമയല്ല. ഇത് ശരിക്കും ഒരു സിനിമാറ്റിക് മൂഡാണ്. ഞങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ഇന്ററാക്റ്റീവ് സ്ക്രീൻ വേറെ ആരും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഞങ്ങളുടെ ഒരു പരീക്ഷണമാണ്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് വിളിക്കരുത്, കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തുടക്കണം, അങ്ങനെയൊക്കെയുള്ള എനിക്കുണ്ട്. ഞാൻ വിളക്ക് കൊളുത്താൻ പോകുന്ന ഈ സമയത്ത് അവിടെ കൈ മുറിയുന്നു, ബ്ലഡ് ഫുള്ള്. അതാ ഞങ്ങളുടെ തുടക്കം. ഹലോ ഗൈസ്, ഹലോ നമസ്തേ ആൻഡ് വെൽക്കം ടു മോളിവുഡ് മിക്സ്. സോ മോളിവുഡ് മിക്സിൽ നമ്മൾ സാധാരണ ഇരുന്നിട്ടുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ടുഡേ വി ഗോണ ട്രൈ ഔട്ട് സംതിങ് വെരി ഡിഫറെൻറ്റ്. അതായത് ഇന്ന് ഞാനുള്ളത് തിരുവല്ല ചങ്ങനാശ്ശേരിയിലാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു അഭിനേത്രി, അവരുടെ ഡാൻസ് സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. കൂടുതൽ ഹൈപ്പ് തരുന്നില്ല, ലെറ്റ്സ് ഗോ ഇറ്റ്. കമാ. പുള്ളിക്കാരുടെ സ്റ്റുഡൻസ് ആട്ടോ ഇവിടെ ഇരിക്കണേ. ഒരു ഹായ് പറയോ? ഹായ്. ഓക്കെ, അപ്പം സംഭവം നടക്കുന്നത് മുകളിലാണ്. നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു ബാലെ പ്രാക്ടീസ് നടക്കുകയാണ്. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ്, ഒരു സിനിമയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ബാലെ നടക്കുന്നത്. കാണാം. പിന്നെ ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഭയക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. നമ്മളെ ഈ സയൻസ് എത്തിക്സ് ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും അറിയാം ഈ പ്രേതവും യക്ഷിയും ഗന്ധർവനും ഒക്കെ വെറും ഉടായ്പാണെന്ന്. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും നമുക്കത് മാറ്റിവെക്കാൻ പറ്റിയാൽ, ഇവിടെ നിലനിൽക്കുന്ന ഇമോഷണൽ ലോഡിങ്ങുമായി കണക്ട് ചെയ്യാൻ പറ്റിയാൽ, എന്റെ പൊന്നു മോളെ, നമുക്ക് അടിപൊളിയായിട്ട് പേടിക്കാൻ പറ്റും. ചേച്ചിയുടെ ബാലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ആക്ടേഴ്സ് ആണ്. ചേച്ചി ഈസ് പെർഫോമിംഗ് റൈറ്റ് ദേർ ഓൺ ദ സ്റ്റേജ്. She is being Nagavali on the stage. Guys, നാഗവല്ലി അവിടെ ഉണ്ട്. നമുക്ക് നേരിട്ട് ഓൺ സ്റ്റേജ് നാഗവല്ലിയോട് ചോദിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബാലയുടെ സ്റ്റേജിൽ കയറാൻ പോകുന്നത്. താങ്ക് യു ചേച്ചി. ഹലോ. ഫൈനലി ഗ്ലാഡ് ടു മീറ്റ് യു. അപ്പോൾ ഞാൻ ആക്ച്വലി അവിടെ നിന്ന് ഞങ്ങളുടെ ഓഡിയൻസിന് ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊരു കംപ്ലീറ്റ് ഉദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ കണ്ടു ദാറ്റ് ചേച്ചി ഇതിനകത്ത് നാഗവല്ലിയാണെന്ന്. അപ്പം പറയൂ, നാഗവല്ലി തകർത്താടുന്ന സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. അതെ, നാഗവല്ലിയുടെ റിഹേഴ്സൽ ഞങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും ഇത് കഴിഞ്ഞ വർഷം ഇത് ലോഞ്ച് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഇത് ഭയങ്കര തടസ്സമാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് അങ്ങോട്ട് സംസാരിച്ചാലോ? സോ ഐ ഹാവ് ഷാലു ചേച്ചി ഇൻ ദ ഹൗസ് ഇൻ മോളിവുഡ് മിക്സ്. ഹായ് ചേച്ചി. ഹായ്, വെൽക്കം. അപ്പം ഇത്ര നേരം ഞാൻ അവിടെ നിന്നിട്ട് ചേച്ചിയുടെ സ്റ്റോറി ഇങ്ങനെ ബ്രേക്ക് ചെയ്തു. നാഗവല്ലിയുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവായിരുന്നു. അപ്പൊ ഇത് എന്താണ് സംഭവം? ബാലയാണോ? നമ്മൾ ആ സെറ്റിന്റെ പുറകിൽ ഇരുന്നിട്ടാണ് മുമ്പിൽ ഇരുന്നിട്ടാണ് വർത്താനം പറയുന്നത്. പറയൂ ചേച്ചി, വാട്ട് ഇസ് ഇറ്റ് എക്സാക്ട്ലി? ഇത് ശരിക്കും ബാലയാണോ എന്ന് ചോദിച്ചാൽ ബാലയല്ല, ഡ്രാമയാണോ എന്ന് ചോദിച്ചാൽ പക്ക ഡ്രാമയല്ല. ഇതിന്റെ ഒരു ശരിക്കും ഒരു സിനിമാറ്റിക് മൂഡാണ് ഇതിന്റെ ത്രൂ. എന്നാൽ ഡ്രാമ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ നാഗവല്ലി. ഇത് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓൾറെഡി ഇത് ലോഞ്ച് ചെയ്യാൻ ഇരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല പല തടസ്സങ്ങളായിരുന്നു. പല പല തടസ്സങ്ങൾ വന്ന് ഇപ്പൊ ഒരു 3 ദിവസമായി ഇതിന്റെ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഒരു 1.5 മാസത്തോളം റിഹേഴ്സൽ തന്നെ വേണം. അപ്പൊ നമ്മള് ചിലപ്പോൾ ചിലരെ ചിന്തിക്കും അന്ധവിശ്വാസമായിരിക്കാം എന്ന് ചിന്തിക്കാം. പക്ഷെ നമ്മൾ ഇത് വിശ്വാസമായിട്ട് ചിന്തിക്കുന്നു. കാരണം ഒത്തിരി തടസ്സങ്ങൾ. എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണോ തടസ്സം? ശരിക്കും ഇതിന്റെ തുടക്കം തന്നെ ഞങ്ങൾ ഇതിന്റെ വിളക്ക് കൊളുത്തലുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ നല്ലൊരു ദിവസം നോക്കി നമ്മളിത് വിളക്ക് കൊളുത്താൻ അങ്ങോട്ട്, അപ്പം എൻ്റെ അപ്പൂപ്പൻ്റെ ഫോട്ടോയുടെ അവിടെ എപ്പോഴും വിളക്ക് കൊളുത്തുന്നത്. അപ്പം ഇത് വിളക്ക് കൊളുത്താൻ അങ്ങോട്ട് വിളക്ക് കൊളുത്താൻ പോകുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടനുണ്ട്, അനൂപ് ചേട്ടൻ അവിടെ എന്തോ കാര്യത്തിൽ വിളക്കെത്തിക്കാൻ എല്ലാവരോടും വന്ന് നിൽക്കുന്നു. ഈ സമയം ഞാൻ വിളക്ക് കൊളുത്താൻ പോകുന്നു. ഈ സമയത്ത് അവിടെ
കൈ മുറിയുന്നു, ബ്ലഡ് ഫുൾ എന്ന് പറഞ്ഞാൽ അതാ ഞങ്ങളുടെ തുടക്കം. ഫുൾ നിക്കുന്നില്ല, അതുപോലെ ബ്ലഡ്. പിന്നെ ഇതൊക്കെ തുണി വെച്ച് കെട്ടിയിട്ടൊന്നും ഒരു രക്ഷയില്ല, ഭയങ്കര. പിന്നെ വിളക്ക് കത്തിച്ചു, അതാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും, അതിപ്പോ ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും അവരുടെ കൂടെ ഉള്ള അവരുടെ ഫാമിലിയിൽ ഉള്ള ഹോസ്പിറ്റലിലെ കേസ്. അപ്പൊ ഇത് ഇങ്ങോട്ട് റിഹേഴ്സൽ ഒന്ന് തുടങ്ങാനൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെ വന്നു ഇത് ഓരോ കാരണങ്ങളായിട്ട് മാറി. ആർട്ടിസ്റ്റുകൾ ഇടയ്ക്ക് വന്നപ്പോൾ 1-2 പേര് ചേഞ്ച് ആവുന്നു, പെട്ടെന്ന് ചേഞ്ച് ആയി. അപ്പം പിന്നെ ഒരാൾക്കാരെ കണ്ട് അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു. അങ്ങനെ വന്നു എന്തായാലും ഇപ്പോ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞങ്ങളിങ്ങനെ തുടങ്ങി ഇനിയിപ്പം എങ്ങനെയാലും ഒരു 1-1.5 മാസം ഇനി റിഹേഴ്സൽ തന്നെ വേണം. മൂന്നാമത്തെ ദിവസമാണ് ഇതിപ്പോ 3-ാമത്തെ ദിവസമാണ്. അപ്പം നവംബർ ഓടുകൂടി നമ്മളിത് ലോഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പൊ പോകുന്നത്. ഇതിന്റെ കഥ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മണിച്ചിത്രത്താഴ് സിനിമയിൽ പറയില്ലേ, അറ തുറക്കാനുള്ള താക്കോല് പണിയാൻ പോയ കൊല്ലൻ പനിച്ച് കിടക്കണമെന്ന് പറയുമ്പോൾ കൈ മുറിക്കുന്നത് അല്ല. ഇനി ചില കാര്യങ്ങളിൽ അങ്ങനെ ഒരു വിശ്വസിക്കാം. ചേച്ചി അങ്ങനെ വിശ്വാസിയാണോ? കുറച്ച് ആണോ? എന്താണ് ചേച്ചിക്കുള്ള ഒരു അന്ധവിശ്വാസം കേൾക്കട്ടെ, അങ്ങനെയുള്ള ഒരു വിശ്വാസം? അല്ല അങ്ങനെയല്ല, ഞാൻ ആദ്യം എനിക്കിങ്ങനെ ജോത്സ്യം അങ്ങനെയൊന്നും വലിയതുണ്ടായിരുന്ന ഒരാളല്ല. പിന്നെ കുറച്ച് ജോത്സ്യത്തിലൂടെയൊക്കെ കയറാൻ തുടങ്ങി. അപ്പം ഭയങ്കര വിശ്വാസമാണെന്ന് ചോദിച്ചാൽ അമ്മ എന്നെ ഇങ്ങനെ കളിയാക്കും. എന്തെങ്കിലും പറഞ്ഞോണ്ട് ഞാൻ അപ്പം പറയുന്നത്, നമ്മുടെ ഒരു ചേട്ടനുണ്ട് നോക്ക്, പുള്ളി ഒന്ന് വിളിക്കണത് പറ. അപ്പൊ അമ്മയ്ക്ക് നീ ബാത്റൂമിൽ പോലല്ലേ എവിടെ പോയാലും ചേട്ടനോട് ചോദിച്ചിട്ടേ പോവുള്ളൂ, ജോത്സ്യനോട് ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ എപ്പോഴും കളിയാക്കും. എന്നാലും എനിക്ക് കുറച്ചൊക്കെ വിശ്വാസമാണ്. എന്താന്ന് പറഞ്ഞാൽ അമ്മമാരൊക്കെ പറയുമല്ലോ ഇങ്ങനെ ചുമ്മാ, പക്ഷെ നമുക്ക് കുറച്ചൊക്കെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് വിളിക്കരുത്, കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തുടക്കണം, അങ്ങനെയൊക്കെയുള്ള വിശ്വാസം എനിക്കുണ്ട്. എനിവേ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഒരു ചെറിയ സ്ട്രഗിൾസ് കവറപ്പ് ഒക്കെ ചെയ്ത് ഇപ്പൊ റിഹേഴ്സൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാഗവല്ലി ആയിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോ എന്താണ് ആക്ച്വലി ഒരു ഫീൽ? നാഗവല്ലി എന്നുള്ളൊരു കഥാപാത്രം ശരിക്കും ഒരു ഡാൻസറാണ്. സ്വാതി തിരുനാളിന്റെ കാലത്തൊക്കെ സ്വാതി തിരുനാളിന്റെ സുഗന്ധവല്ലിയെ പോലൊക്കെയുള്ള വളരെ പ്രശസ്തയായ ഒരു നർത്തകിയായിരുന്നു നാഗവല്ലി. അപ്പൊ ആ നാഗവല്ലി എന്നുള്ള കഥാപാത്രം ജനങ്ങളുടെ ഇടയിൽ ശരിക്കും ഈ നാഗവല്ലിയുടെ ഒറിജിനൽ കഥ, ഒരു റിയൽ സ്റ്റോറി ചിലപ്പോൾ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും നമ്മുടെ ജനങ്ങൾക്ക്. കാരണം നമുക്ക് മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയാണ് എല്ലാവർക്കും അറിയാം, അതിലൊരു നാഗവല്ലിയാണ്. പക്ഷെ അതിലുപരി അതൊരു ഡാൻസറാണ്. നമ്മൾ ആ ഒരു സിനിമ ഒരു ക്ലാസിക് ഇതിലങ്ങ് പോകുമായിരുന്നു ആ പടം. പക്ഷെ ഇതിൽ നമുക്ക് ഈ ഒറിജിനൽ നാഗവല്ലിയുടെ എന്താണ് അവര് ജനിച്ച് വളർന്ന നാട് തൊട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നതും എല്ലാം വരുന്നത്. അപ്പം ശരിക്കും ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഞങ്ങളുടെ ആ നാഗവല്ലിയുടെ ആ ഒരു പോർഷനിലോട് എത്തുന്നേ ഉള്ളൂ. റിഹേഴ്സൽ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് കിട്ടും. അപ്പൊ ജസ്റ്റ് ആദ്യത്തെ പോർഷൻ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ റിയൽ സ്റ്റോറി ആണെങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മള് സിനിമ കുറച്ച് സാധനങ്ങളിനകത്ത് ആഡ് ചെയ്തെങ്കിലേ 2-2.5 മണിക്കൂർ പ്രോഗ്രാം അല്ലേ. അപ്പൊ ഇപ്പൊ അതിന്റെ പോർഷൻസിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. നാഗവല്ലിയുടെ ആ ഒരു ഇതിലോട്ട് എനിക്ക് കയറാൻ പോകുന്നു. തഞ്ചാവൂർ വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഓ അടിപൊളി. ഈ നമ്മുടെ ഈ ആലമൂട്ടിൽ മേട എന്നാണ് ശരിക്കും ഇതിന്റെ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു ആലമൂട്ടിൽ മേട, അതിപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്തെ ഒരു വലിയ നാടുവാഴിയായിരുന്നു ചാങ്ങനാർ എന്ന് പറഞ്ഞ കൊച്ചുണ്ണി ചാങ്ങനാർ. ശരിക്കും ആ കാരണവരുടെ പേര് ശരിക്കുള്ള പേര് കൊച്ചുണ്ണി ചാന്നാർ എന്നാണ്. അപ്പം മറ്റേ നമ്മുടെ മഹാരാജാവിന്റെ ഒക്കെ അതേ അവർക്കൊക്കെ പണ്ട് കാലങ്ങളിൽ കാറൊക്കെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനും കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു നാടുവാഴി ആയിരുന്നു. അപ്പം അദ്ദേഹം 150 വർഷം മുന്നത്തെയാണ് ഈ കഥ ശരിക്കും. അപ്പം അന്ന് ആ കാലത്ത് അദ്ദേഹം ഈ നാഗവല്ലിയെ വിലക്ക് വാങ്ങി കൂടെ കൊണ്ടുവരികയാണ്. നാഗവല്ലി ഈ നർത്തകിയെ. അങ്ങനെയാണ് ഇന്ന് ശരിക്കും കഥ പോകുന്നത്. അപ്പൊ പിന്നീട് ശരിക്കും അതിനകത്ത് ഉണ്ടായ പോലെ ഒരു കൊലപാതകമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും മധു സർ ഇതിന്റെ കഥ എഴുതുന്ന നേരം ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എടുത്ത് ഗംഗയുടെ ഒരു കഥയിലൂടെ കൂടെയാണ് ദ ഹോൾ സിനിമ സഞ്ചരിക്കുന്നത്. അപ്പൊ ചേച്ചി ചേച്ചിയുടെ ഈ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയപ്പോ കഥ തേടി എങ്ങനെയാണ് പോയത്? കഥ തേടിയത് ശരിക്കും ഇത് ഞങ്ങൾ ആക്ച്വലി വേറൊരു സ്റ്റോറിയൊക്കെയാണ് ഉദ്ദേശിച്ചത്. നാഗവല്ലി ഒന്നും നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു ആദ്യം. പിന്നെ ഇതിങ്ങനെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു നാഗവല്ലിയിൽ എത്തുന്നതും. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് ആക്ച്വലി ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് 3 തവണയോളം സ്റ്റേറ്റ് അവാർഡ് നേടിയ ഇപ്പൊ കൊത്ത് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സാമൂഹിക സിനിമ എടുക്കുന്ന
ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അത് ഹേമന്ത് കുമാർ എന്നാണ് അദ്ദേഹമാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ശരിക്കും ഇത് ഒറിജിനൽ നടന്ന കഥയാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങളും കുറെ റെഫർ ചെയ്തു, അദ്ദേഹം കുറെ റെഫർ ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു കോണ്ടന്റ് കൊണ്ടുവന്ന് മീൻസ് എടുത്തു. പിന്നെ അത് സ്ക്രിപ്റ്റ് വൈസ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ നാഗവല്ലി എന്നുള്ള ഒരു ബേസിക് ഐഡിയ വരുന്നത് ചേച്ചിയുടെ മനസ്സിലാണ് ആദ്യം. അതെ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയ വരാൻ കാര്യം? അത് ഞാൻ പറഞ്ഞില്ല, അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒത്തിരി പുരാണ കഥാപാത്രങ്ങൾ നോക്കി, ഊർമിളയുടെ സ്റ്റോറിയൊക്കെ ഞങ്ങൾ പുതിയൊരു ഒരെണ്ണം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഊർമിള, ദ്രൗപദി ഓൾറെഡി ഞാൻ ചെയ്തതാ, ഊർമിള, അതുപോലെ ഹിഡുംബി, അപ്പൊ ഇങ്ങനെ കുറെ ഫീമെയിൽ ഓറിയന്റഡ് കഥ എടുക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ച് വന്ന് ഇത് പെട്ടെന്ന് അങ്ങ് വന്നു നാഗവല്ലി എന്നുള്ളത്. നാഗവല്ലി അപ്പോഴെല്ലാവരും നാഗവല്ലി കൊള്ളാലോ, അപ്പൊ നമുക്കെന്നാ അതിന്റെ അങ്ങനെയാണ് ആക്ച്വലി ഇത് ഈ നാഗവല്ലി എന്നുള്ള ഈ ഒരു ത്രെഡ് നമ്മുടെ മനസ്സിൽ വന്നത്. വളരെ യാദൃശികമായിട്ട് തോന്നിയ ഒരു പേരാണ്. അടിപൊളി. പിന്നെ ഓൾറെഡി ഒരു ഡാൻസ്, പിന്നെ അതിലൊക്കെ ഒരു ഡാൻസർ ആണല്ലോ നാഗവല്ലി. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നല്ലൊരു നർത്തകി, എനിക്കിത് നർത്തകിയുടെ ഒരു സബ്ജക്ട് ചെയ്യണമെന്ന് ഭയങ്കര, പ്രത്യേകിച്ച് അത് സിനിമയിലായിരുന്നു. അപ്പം അതുകൂടെ കേട്ടപ്പം ഒത്തിരി പെർഫോമൻസ് സ്കോപ്പ് ഉണ്ട്, നല്ലൊരു നർത്തകി. അങ്ങനെയാണ് ഇതിൽ പിന്നെ നാഗവല്ലിലോട്ട് പിന്നെ പോകുന്നത് യാത്ര. എങ്ങനെ എനിക്ക് എന്തോ ഒരു ഇൻറ്റ്യൂഷൻ ചേച്ചിയുടെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ഇതിലൂടെ ചേച്ചിക്ക് കിട്ടും എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നുകയാണ് ഇത്രയും കേട്ടിരുന്നപ്പോൾ. കാരണം നമ്മൾ അബ്രപാളിയിലെ ശോഭന മാം അവാർഡ്സ് വാരി കൂട്ടി അത്രയും അടിപൊളിയായിട്ട് കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നാഗവല്ലി. അപ്പൊ അത് ഒരുപാട് ജനങ്ങൾ നേരിട്ട് കാണാൻ പോവാണ് ചേച്ചീനെ ആസ് നാഗവല്ലി. അത് ശരിക്കും ചേച്ചിയുടെ ഉള്ളില് ആ ഒരു മാർക്കിലേക്ക് എത്തണം എന്നുള്ളതുണ്ടാവില്ലേ? ശരി, അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ശോഭന ചേച്ചിയുടെ അടുത്തൊന്നും എത്താൻ പറ്റില്ല എന്ന് തന്നെ എനിക്ക് നല്ലതാണ്. കാരണം ചേച്ചിയൊക്കെ ചെയ്തിരിക്കുന്ന വേറൊരു തലത്തിൽ. ഇന്ന് മലയാള സിനിമയിൽ ശോഭന ചേച്ചിയുടെ അത്രയും ആ ഒരു കഥാപാത്രം ചെയ്യാനുള്ള ഒരു മലയാളി നടി ഉണ്ടാവില്ല. അത് 100% എനിക്ക് ഉറപ്പുണ്ട്. ഡാൻസേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ആ ഒരു കഥാപാത്രം, ആ ഒരു സിനിമയിൽ ചെയ്ത അതേ കഥാപാത്രം നമ്മുടെ മലയാള സിനിമയിൽ ആരും തന്നെ ചെയ്യാൻ ഒരു സ്കോപ്പും ഉണ്ടാവില്ല. കാരണം അത് വേറൊരു തലമാണ് പുള്ളിക്കാരുടെ ആക്ടിങ്ങും എല്ലാം. അപ്പം അത്രയൊന്നും എത്തിയില്ലെങ്കിലും കുറച്ചെങ്കിലും അവിടെ വരെയൊക്കെ എത്തണം എന്ന് ശരിക്കും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു, കാരണം എനിക്കിതിൽ അതുപോലെ പെർഫോം ചെയ്യാനുള്ള കഥാപാത്രമാണ്. അപ്പം അത് അങ്ങേയറ്റം, കാരണം ജനങ്ങൾ ഓൾറെഡി അതാണ് എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു മണിച്ചിത്രത്തായിട്ടുള്ള നാഗവല്ലിയാണ്. അപ്പം അത്രയെങ്കിലും അതിന്റെ അടുത്തെങ്കിലും എത്താനുള്ള ഒരു എന്താണ് ശരിക്കും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാളായിട്ട് ഇതിന്റെ പിന്നാലെ നമ്മൾ നടന്നു, ഇതിന്റെ സ്റ്റോറി ശരിക്കും പഠിച്ചു, കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഡയറക്ഷൻ ചെയ്ത് പോവുകയാണെങ്കിലും അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത് പോലും നമ്മൾ ഈ ഇന്ററാക്റ്റീവ് സ്ക്രീനിലാണ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ കാണുന്ന LED പോലെ അങ്ങനെയല്ല, ഇന്ററാക്റ്റീവ് സ്ക്രീനിലാണ് ചെയ്യുന്നത്. ഇന്ററാക്റ്റീവ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അപ്പൊ അവിടെ നിന്ന് ആ സ്ക്രീനിൽ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അതിന് മറുപടി വരുന്നത് ഞാൻ ഇവിടെ നിന്നാ സ്റ്റേജ് ലൈവിലാ. അപ്പം ഓഡിയൻസ് നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കുന്ന ഒരു, അപ്പൊ അങ്ങനെയാണ് ഇത് ഫുള്ള് ചെയ്യുന്നത്. പിന്നെ ഇതുണ്ട് 3 പോർഷൻ ആയിട്ട്. നമ്മൾ സാധാരണ പ്രോഗ്രാമിനൊക്കെ ഷോസിലൊക്കെ ഇതിന്റെ മേലിൽ ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി ടെക്നോളജി ഉണ്ട്. പക്ഷെ നമ്മുടെ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സൈഡ് വോള് വെക്കും, പിന്നെ ബാക്ക് ഡ്രോപ്പ്. പക്ഷെ നമ്മൾ ഈ സൈഡ് വോള് ഞങ്ങൾ ഉപേക്ഷിച്ചു. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളായിരിക്കും ഇങ്ങനെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ഇന്ററാക്റ്റീവ് സ്ക്രീൻ വേറെ ആരും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ശരിക്കും അതുപോലെ ശരിക്കും ഞങ്ങളുടെ ഒരു പരീക്ഷണമാണ് ഇത്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ശരിക്കും ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ക്രൂ മൊത്തം അതിനുവേണ്ടി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇറക്കുന്നത്. അതെ, എന്റെ കൂടെ ഞങ്ങളുടെ ഫുൾ ക്രൂ എന്ന് പറഞ്ഞാൽ ഒരു 30 ആർട്ടിസ്റ്റുകളോളം ഉണ്ട്. ഈ ഒരു ഫുൾ ക്രൂ എന്ന് പറയുന്നത് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും ഡാൻസേഴ്സ് ആണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് ഒരു 28-30 പേരോളം ഉണ്ടാവും. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിനകത്ത് നല്ലപോലെ ഉണ്ട്. ഞാൻ ഒരാൾ തന്നെ അല്ല ഇത് ചെയ്യുന്നത്. അപ്പം പിന്നെ അതൊരു വലിയ കാര്യം. പിന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് ബേസ് ചെയ്തൊരു സബ്ജക്റ്റ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ നാഗവല്ലിയുടെ സബ്ജക്റ്റ് നമ്മുടെ മനസ്സിൽ വന്നപ്പോൾ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു മ്യൂസിക് ചെയ്യണം എന്ന് പറഞ്ഞ ശരത്തേട്ടനെയാണ് മനസ്സിൽ നമുക്ക് തോന്നിയത്. കാരണം ഇതൊരു അങ്ങനത്തെ ഒരു സബ്ജക്റ്റ്. അപ്പം ശരത്തേട്ടൻ ഇത് ചെയ്യണം, ശരത്തേട്ടനെ കൂടെ എന്തെങ്കിലും, അത് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ. അപ്പൊ വളരെ യാദൃശ്യമായി ശരത്തേട്ടനെ ഞാനൊരു പ്രോഗ്രാമിൽ കണ്ടു. ഇങ്ങനെ ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ അപ്പം ശരത്തേട്ടൻ പറഞ്ഞു ചെയ്യാം. അപ്പോഴും നമുക്ക് അത്ര വിശ്വാസം വന്നില്ല. നമ്പറൊക്കെ തന്നു, വിളിച്ചാൽ മതി. അതിനുശേഷം ഞാൻ വിളിക്കുന്നു, ശരത്തേട്ടൻ സ്റ്റോറി അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ശരത്തേട്ടനാണ് ശരിക്കും ഇതിന്റെ ഫുൾ മ്യൂസിക്, സോങ്സും പാടിയിട്ടുണ്ട്, ഫുൾ മ്യൂസിക് അദ്ദേഹമാണ്. അപ്പം
അതൊരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്നിരുന്ന അതിന്റെ കുറച്ച് ബിറ്റ് bit. റിഹേഴ്സൽ ചെയ്യുന്നത് കണ്ടപ്പോ അതെ, അതെ. ആ വോയിസ് കേട്ടപ്പോ അപ്പൊ അയ്യോ ഇത് ശരത് സാറിന്റെ അതെ, അതെ, ആണല്ലോ എന്ന്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി ഇതിന്റെ ഈ ഒരു കഥയുടെ ഒരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. എത്ര പാട്ടുണ്ട് ചേച്ചി? 14 സോങ് ഉണ്ട്. 14 സോങ് ഉണ്ട്. അപ്പൊ അത് ഇൻക്ലൂഡിങ് ക്ലാസിക്കലും ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ നാഗവല്ലിയുടെ ശരിക്കും നാടെന്ന് പറയുന്നത് തഞ്ചാവൂരാ. അപ്പൊ തഞ്ചാവൂര് കാണിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു ഫോക്ക് ടൈപ്പും ഒരു തമിഴ് സോങ്സും അങ്ങനത്തെ ഒരു മൂഡാ. അത് ശരിക്കും ഇത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ശരത്തേട്ടൻ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പൊ അദ്ദേഹത്തെ ലൈക് പോയി മീറ്റ് പോയി സംസാരിച്ചു. ഞങ്ങള് ശരിക്കും എനിക്കൊരു 5-6 ദിവസത്തിന് വേണ്ടി ഇതിനു വേണ്ടി തന്നെ ഇരുന്നു. പിന്നെ അതിന്റെ നൊട്ടേഷൻസ് കാര്യങ്ങളെല്ലാം സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ ശരത്തേട്ടൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് എനിക്കൊന്ന് രാവിലെ വൈകുന്നേരം ഞങ്ങളായിരിക്കും ഫോണിൽ. കാരണം എല്ലാ ഡൗട്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ട് പോയി ശരത്തേട്ടൻ എല്ലാം ചോദിച്ച് അങ്ങനെയാണ് ഇത് മ്യൂസിക് ചെയ്തത്. അപ്പം ശരത്തേട്ടൻ ഇപ്പം വിളിച്ചപ്പോൾ പറയായിരുന്നു എല്ലാം മോളെ നന്നായിട്ട് വന്നിട്ടുണ്ട്, അസലായിട്ടുണ്ടല്ലോ. പുള്ളിയും ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. അപ്പൊ ചേച്ചിയുടെ ഒരു ഇൻഡിപെൻഡന്റ് വർക്കിന് ആദ്യമായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതെന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇതിങ്ങനെ ഈ നാഗവല്ലി മനസ്സിൽ വന്നപ്പോഴേ തോന്നി ഇത് മ്യൂസിക് അദ്ദേഹത്തിനൊക്കെ കിട്ടുമോ നമ്മൾ അങ്ങനെ, കാരണം ഭയങ്കര തിരക്കുള്ളവർ. അപ്പൊ ഇത് കിട്ടുമോ എന്തായാലും ചോദിക്കും. അങ്ങനെ പക്ഷെ അതും ഒത്തു വന്നു. അങ്ങനെ എല്ലാം ഒരു ഭാഗ്യമായിട്ടാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് തോന്നുന്നത്. ഇതിപ്പോ ചേച്ചി കുറെ നാളായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിച്ചു. ഇപ്പൊ അതാ ഫൈനലി അത് ഓൺ സ്റ്റേജ് വരുന്നത്. മണിച്ചിത്രത്താഴ് സിനിമ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതൊരു ഭയങ്കര ഒരു അതിശയമായി പോയി. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് റിലീസ് ചെയ്യുന്നു പറഞ്ഞപ്പോ തന്നെ അത് തന്നെ ഒരു ഞെട്ടലായി. അപ്പൊ അതും ഒരു ഭാഗ്യം. ഞാൻ ആക്ച്വലി ആദ്യം ഓർത്തത് ഓക്കെ മൺചിത്രത്താഴ് വരുന്നത് കൊണ്ട് ചേച്ചി അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെയല്ല. ഇത് നേരത്തെ കഴിഞ്ഞ വർഷമേ ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ ഇത് കറങ്ങി തിരിഞ്ഞ് എനിക്ക് തോന്നുന്നു അതായിരിക്കും ചിലപ്പോ ഒരു നിമിത്തമായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ ഇതും ഈ ഒരു പ്രോഗ്രാമിന്റെ എല്ലാം കൂടെ അങ്ങ് ഇപ്പൊ ഒരുമിച്ച് വന്നിരിക്കുക. ഒരു വലിയ ഭാഗ്യമാണ് ശരിക്കും. ചേച്ചി ഇൻ റിയൽ ലൈഫിൽ ചെറുതായിട്ട് ഗോസ്റ്റിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ? കുറച്ചൊക്കെ ആണോ? എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഗോസ്റ്റ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അല്ല അങ്ങനെ വലിയ, പക്ഷെ വിശ്വാസമൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ. ഞാൻ എപ്പോഴും എന്റെ അമ്മൂമ്മയെ സ്വപ്നം കാണും. ഞാനും എന്റെ അമ്മൂമ്മയും ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണും. അമ്മൂമ്മയായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ പേടി അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ അമ്മൂമ്മ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷമായുള്ളൂ. എന്റെ അച്ഛൻ പോലും അത്രയും ഒരു അങ്ങനെ സ്വപ്നം അങ്ങനെയൊന്നും കാണത്തില്ല. പക്ഷെ അമ്മൂമ്മയോട് അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ ഇടയ്ക്ക് അമ്മ വന്ന് ഇങ്ങനെ പറയും ധൈര്യമായിട്ട് അങ്ങനെയൊക്കെ ചിലപ്പോ ഇങ്ങനെ നമുക്കിങ്ങനെ തോന്നും അല്ലേ? അങ്ങനെയൊക്കെ. ഇതിന്റെ ഫുൾ ഡയറക്ഷൻ സ്ക്രിപ്റ്റിംഗ് വേറെ ഹേമന്ത് സർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ ചേച്ചിയാണോ? ഡയറക്ഷൻ കൊറിയോഗ്രാഫി ഞാനാണ്. പക്ഷെ എന്റെ കൂടെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ പേര് ഐര അജി എന്നാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ഇതിനകത്തൊരു മെയിൻ പാർട്ട് തന്നെയാണ്. എങ്ങനെയുണ്ട് ചേച്ചി ഡയറക്ഷനും കൊറിയോഗ്രാഫി ഒക്കെ കൂടെ ഇങ്ങനെ ഷോൾഡർ ചെയ്തത് കാണുമ്പോൾ? ആക്ച്വലി ഐ എം ഫീലിംഗ് വെരി പ്രൗഡ്. കാരണം ഒരു സ്ത്രീ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇപ്പം അപ്പൂപ്പന്റെ ജയ കേരള എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വീണ്ടും നടത്തുക, കൂടെ ഒരു ഡാൻസ് സ്കൂള് നടത്തുക, താഴെ വേറെ ബിസിനസ് നടത്തുക. അതിൽ ഞാൻ മാത്രമല്ല, എന്റെ അമ്മ അതിനകത്തൊരു മെയിൻ പങ്കാണ്. അമ്മയെ എനിക്കൊന്ന് അമ്മ അതിനകത്തൊരു മെയിൻ പാർട്ട് വേണമെങ്കിൽ അമ്മയാന്ന് തന്നെ പറയാം. അമ്മയുടെ ഒരു ശരിക്കും കൈയാണ് ഇതിനകത്ത് ഏറ്റവും. അത് കഴിഞ്ഞേ ഉള്ളൂ ഞാൻ ഉള്ളത്. അപ്പം ആ ഷോൾഡർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒന്ന് പറയൂ ചേച്ചി. അതായത് ഡയറക്ഷനും കൊറിയോഗ്രാഫി എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നത് പാടായിട്ടുള്ള ഒരു കാര്യമാണോ, അതോ ഇത് രണ്ടും കൂടെ ചേച്ചിക്ക് ഒരു ക്ലിയർ ഐഡിയ ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണോ? ഇല്ല, ഡയറക്ഷൻ നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മൾ കുറെ അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി റെഫർ ചെയ്യണം. കുറെ ശരിക്കും നല്ല കഷ്ടപ്പാട് തന്നെയാണ്. കൊറിയോഗ്രാഫി എനിക്ക് നമുക്ക് പിന്നെയും ചെയ്തു പോവാം. ഒരു സോങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ശരിക്കും റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഡയറക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമയൊക്കെ എപ്പോഴെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം? എല്ലാം ദൈവത്തിന്റെ കയ്യില്. ആഗ്രഹം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. വണ്ടർഫുൾ. അപ്പം ചേച്ചി ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ഈ ഒരു ബാലെ ഫീൽഡിലേക്ക് വരുന്നത്? കാരണം എനിക്ക് കുഞ്ഞുനാളിലെ തൊട്ടിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആക്ട്രസ് ആയിട്ടുള്ള ശാലു മേനോനെയാണ്. പിന്നീട് എപ്പോഴാണ് ഒരു സ്റ്റേജ് പെർഫോമിംഗ് ഒരു ആർട്ടിസ്റ്റിലേക്കൊക്കെ വന്നത്? ഞാൻ കൂടുതലും ക്ലാസിക്കൽ പ്രോഗ്രാം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ക്ലാസിക്കൽ ചെയ്യുന്നുണ്ട്, അത് മാറിയിട്ടില്ല. അപ്പം നമ്മളെ കൂടെ തന്നെ അപ്പൂപ്പൻ്റെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിനകത്ത് ഒരു ആർട്ടിസ്റ്റ്, ഫീമെയിൽ ആർട്ടിസ്റ്റ് ഇടയ്ക്ക് വന്ന് അവർക്ക് എന്തോ അസുഖം ഒന്ന് പെട്ടെന്ന് മാറും. അപ്പം നമ്മൾ ഈ പ്രോഗ്രാം കൊടുത്തിരിക്കുക. അപ്പം വേറൊരു ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരെയും കിട്ടത്തില്ല, കാരണം ഓൾറെഡി എല്ലാവരും വേറെ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വന്നു. ഓൾറെഡി ബുക്കിംഗ് ആയി, ഇത്
അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടി കിട്ടുന്ന ഇതായിപ്പോ അതുപോലത്തെ ഒരു സാഹചര്യം ഇരുന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ശരിക്കും ഈ ബാലറ്റ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേറൊരു എക്സ്പീരിയൻസ്. നമ്മൾ ഈ ക്ലാസിക്കൽ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡേ അല്ല, അത് വേറൊരു ഫീൽഡാണ് ഈ ബാലെ അല്ലെങ്കിൽ നാടകം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. കാരണം നമുക്ക് ഒത്തിരി അഭിനയത്തിന് ഒത്തിരി അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും, ഒത്തിരി അഭിനയം നമുക്ക് പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ളത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു ക്ലാസിക്കൽ പ്രോഗ്രാമിൽ വളരെ അപൂർവമാണ് അത് ചെയ്യുന്നത്. നമ്മളൊരു ഐറ്റം അറിയായിരിക്കുമല്ലോ, ഒരു ഐറ്റം കളിച്ചു അവിടെ വെച്ച് കഴിഞ്ഞു അത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ പിന്നെ അതുപോലെ എന്നാലും ക്ലാസിക്കൽ പ്രോഗ്രാംസിൽ കൂടി വന്ന ഒരു അരമണിക്കൂറുള്ള എന്തെങ്കിലും വരണോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതങ്ങനെ നമ്മൾ റൺ ത്രൂ 2 hours നമ്മൾ സ്റ്റേജിൽ ഒരു കഥാപാത്രമായിട്ട് മാറുകയാണ്. അപ്പൊ അതൊരു എന്നോട് ഒത്തിരി പേര് ആ സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ബാലയല്ലേ, അത് എന്തിനാ ചെയ്യുന്നത് എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഒരു താഴ്ത്തി കിട്ടുന്ന കാര്യം. കാരണം അത് പലർക്കും ഞാനപ്പോൾ ചിന്തിച്ചത് വെച്ചാൽ ഇത് പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ബാക്കിലോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്കൊരു മോശമായിട്ട്, കാരണം എൻ്റെ അപ്പൂപ്പൻ 65 years ആയി ഇപ്പോൾ ഇത് കൊണ്ടുവന്നതിൻ്റെ ആ ഒരു കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ അപ്പൂപ്പനെ കൊണ്ടു. അപ്പം അതിൽ നിന്ന് ഞാൻ അതിലൊരു നാണക്കേടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതിലുപരി കുറേ ആർട്ടിസ്റ്റുകളുടെ ജീവിത മാർഗം അതാണ്. അപ്പൊ അതൊക്കെ നമുക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഞാനിതിൽ ഇറങ്ങി ഞാൻ ഹാപ്പിയാണ്. ഒത്തിരി നല്ല സ്റ്റോറീസ് ഇപ്പൊ അങ്ങനെയൊക്കെ വന്ന് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നാഗവല്ലിയുടെ ഒരു ലെവലിൽ എത്തുന്നതും ഈ ഡയറക്ഷൻ അതൊക്കെ ഒത്തിരി നമുക്ക് ഒത്തിരി പഠിച്ചത് കൊണ്ടാണ്. ആക്ടിങ്സ് ഒക്കെ ശരിക്കും നല്ല വ്യത്യാസമാണ് ശരിക്കും നമ്മൾ ഈ കഥാപാത്രങ്ങൾ. കാരണം ഇപ്പൊ ഒരു പാർവതി ആണെങ്കിൽ നമ്മളെ പാർവതി ആയിട്ട് തന്നെ നിൽക്കണം ആ സമയം. അത്രയും അതിൽ ഉൾക്കൊണ്ട് അഭിനയിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രേക്ഷകർ അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇത് ഇത്രയും ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം ഒന്ന് ഓഫ് സ്ക്രീൻ പോവുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ആ കുറച്ച് സമയം അതിൽ തന്നെ ഇരിക്കും. ആണല്ലേ? എന്നിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഓ, അപ്പം ചേച്ചിക്ക് എങ്ങനെയാണ് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും തീർച്ചയായിട്ടും സീരിയൽ, സിനിമ, അതുപോലെ തന്നെ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഞാൻ കണ്ടപ്പോ തന്നെ ചെറിയൊരു കണ്ണുമിഴിച്ചിലാണ്, കുറച്ചും കൂടെ കൂടുതൽ കാണിച്ചാലാണ് വൈഡർ ഓഡിയൻസിലേക്ക് അത് എത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അപ്പൂപ്പനാണ് ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം. പിന്നെ തീർച്ചയായിട്ടും ഓർമ്മയുണ്ടോ ആദ്യത്തെ സീൻ ഏതായിരുന്നു, കഥാപാത്രം എന്തായിരുന്നു എന്നൊക്കെ? പ്രോഗ്രാമിലോ ബാല ചെയ്യുന്നത് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ശ്രീഭദ്ര എന്ന് പറഞ്ഞിട്ട് അത് ദേവിയായിട്ട് തന്നെയായിരുന്നു. അതോ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഒരു ആർട്ടിസ്റ്റ് ചെയ്തിരുന്ന അവര് നല്ല അസാധ്യമായിട്ട് അവർ ദേവിയായിട്ട് തന്നെ ഒരു പുള്ളിക്കാരിയായിരുന്നു. പക്ഷെ അവരിപ്പം മരിച്ചുപോയി. ഈ വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു, ഇവിടെ കോവിഡ് വന്നിട്ട് മരിച്ചുപോയി. അപ്പൊ അവരൊക്കെ ചെയ്തിട്ട് ഞാനിത് 3ാമത്തെ വർഷമാണ് ഞാനിത് ചെയ്യാനായിട്ട് ഇതിൽ വരുന്നത്. അപ്പൊ ആ കഥാപാത്രമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അതിലോട്ടെ അതുപോലെ പഠിച്ച് ഒക്കെ നമുക്കിത് പരിചയമില്ലല്ലോ ഈ ഒരു പിന്നെ ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് പ്രോഗ്രാം ഉറക്കളപ്പ് പരിചയമില്ല. വല്ലപ്പോഴും മാസത്തിൽ 1-2 പ്രോഗ്രാം ഇങ്ങനെയൊക്കെയല്ലേ ക്ലാസിക്കൽ പ്രോഗ്രാം ചെയ്യുന്നുള്ളൂ. അപ്പം ഇതൊക്കെ വന്നപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉറക്കളപ്പ്. പിന്നെ എന്താണ് പല ക്ഷേത്രങ്ങള്, വലിയ ക്ഷേത്രങ്ങൾ നമ്മളൊന്നും കണ്ടിട്ടും കേട്ടില്ല, അവിടെയൊക്കെ നമ്മൾ പോവാ. അതൊക്കെ ഭയങ്കര ഒരു കലാകാരിയെ സംബന്ധിച്ച ഒരു ഭാഗ്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ചേച്ചിയുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണ്? ഇസ് ഇറ്റ് ബാലറ്റ് ഓർ ആക്ടിങ് ഓർ ഡാൻസിങ്? ബാലറ്റും ഡാൻസിങ്ങും ആണ്. മീൻസ് ക്ലാസിക്കൽ ഡാൻസും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ബാലയും ഞാൻ രണ്ടും കൊണ്ടുപോകുന്നുണ്ട്. ആക്ടിങ് ഇഷ്ടമല്ല, നല്ല ആക്ടിങ് ഇഷ്ടമാണ്. ഞാൻ ഇതിലൂടെ ഇതാണ് എൻ്റെ ഒരു പാഷൻ ഇപ്പൊ അല്ലേ? അപ്പം അതും ഒപ്പം സീരിയൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നുണ്ട്. പക്ഷെ മുൻതൂക്കം ഇതിനാണ് എപ്പോഴും. എനിക്ക് ആക്ച്വലി ഒരു 10-20 വർഷമായിട്ട് ചേച്ചി എന്നുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കാണുകയാണ്. എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ നോക്കിക്കാണുന്നത്. അതായത് ചേച്ചി വന്നപ്പോൾ ഉള്ള ചേച്ചിയുടെ പ്രയോറിറ്റീസ് ഒന്നുമല്ല ഇന്നുള്ളതും, ചേച്ചിയുടെ ഇഷ്ടങ്ങളെല്ലാം മാറിയില്ലേ ചേച്ചി? സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? എങ്ങനെയാണ് ആ ഒരു മൊത്തം മാറ്റത്തെ ചേച്ചി നോക്കി? ഇപ്പൊ ഞാൻ ഓർത്ത ചേച്ചി ആക്ടിങ് പറയുന്ന സിനിമ സീരിയൽ ആണ് ഇഷ്ടം, പക്ഷെ ചേച്ചി പറഞ്ഞു സർപ്രൈസ് ബാലയാണ് എനിക്ക് ഇഷ്ടം. കാരണം വെച്ചാൽ നമുക്ക് എൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പൊ അത് ഇങ്ങനെ നമ്മളെ ജനിച്ചപ്പോ തൊട്ട് തന്നെ ഇതല്ലേ കേട്ട് ഇങ്ങനെ വന്ന് അപ്പം അത് പിന്നെ അതൊരു നൃത്തം എന്നുള്ളത് ഒരു പാഷനായിട്ട് മാറി. നൃത്തത്തിനകത്ത് തന്നെ ഉള്ളതാണ് ശരിക്കും ബാലറ്റ് അല്ലെങ്കിൽ നാടകം എന്ന് പറയുന്നത്. പക്ഷെ നൃത്തം എന്നുള്ളതാണ് എൻ്റെ ഒരു പാഷൻ. അപ്പൊ അതിങ്ങനെ എത്രയും അങ്ങ് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകണം. പിന്നെ ഡാൻസ് സ്കൂൾസ് ആണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുക, അതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്തായാലും ചേച്ചിയുടെ വേറെ കുറച്ച് വിശേഷങ്ങളും കൂടെ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് ചേച്ചിയുടെ കുറച്ച് റിഹേഴ്സൽസ് ഒക്കെ ഒന്ന് കാണാം. ഞാനൊന്ന് കാണാം. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാണാനായിട്ട്.
അത് നമുക്ക് ബാക്ക് ടു സ്റ്റേജ് പോയാലോ ചേച്ചി? കാണാം. ഓക്കെ, ഒരു മിനിറ്റ് ഇനി എന്താ ഇതിനകത്തെ പ്രേതം പെണ്ണാണോ ആണാണോ? പെണ്ണ്. പെണ്ണോ? പെണ്ണ്. പേര്? നാഗവല്ലി. നാഗവല്ലി. യെസ്, നാഗവല്ലി. വല്ല ശാന്തയെന്നോ മറ്റോ ആയിരുന്നെങ്കിൽ നാറിപ്പോയാലും. നീ വാ, നല്ല മഴ വരുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നനഞ്ഞ പിണ്ടിയാവും. Come on, Netra. She is waiting for us. നാഗവല്ലി. സോ ഇപ്പൊ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ചേച്ചിയുടെ ജയ കേരളയിലെ എസ്പെഷ്യലി നമ്മുടെ നാഗവല്ലി മനോഹരിയിലെ ടെക്നിക്കൽ ഡയറക്ടർ ആയിട്ടുള്ള അജി സാറാണ്. ഹലോ. ഹലോ. വെൽക്കം. സോ ചേച്ചിയായിട്ട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പേര് ചേച്ചി പറയണ്ടായി. അപ്പോഴാണ് അജി സാറിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാന്നുള്ള ഒരു ആശയം നമ്മൾക്ക് വന്നത്. അപ്പൊ എന്താണ് സാർ ഈ ടെക്നിക്കൽ ഡയറക്ഷൻ, എന്താണ് സംഭവം? ഈ നമ്മുടെ ഈ നാടകത്തിനകത്ത് ഇപ്പൊ കാണുന്നില്ലേ LED ബോളിനകത്ത് വെച്ചിട്ട് അതിനകത്ത് വരുന്ന മറ്റുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഇതിനെയാണ് പറഞ്ഞത്. അപ്പം ഓരോ തവണ ഡയറക്ഷൻ റിഹേഴ്സൽ ചെയ്യുമ്പോഴും ഈ ഒരു സംഭവം അതിന്റെ പുറകിൽ ഇങ്ങനെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. എത്ര ദിവസം എടുക്കും ഇവരുടെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ? ഒരു 20-25 ദിവസം എടുക്കും. 25 days. ഇനി 25 ദിവസം കൂടി 25 ദിവസം എടുക്കും. വേണം. അപ്പം ഈ 25 ദിവസം ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാക്ടീസ് ഉണ്ടാകും? അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ 7 മണിക്ക് നടന്നു വൈകിട്ട്, ചിലപ്പോൾ 10 മണിയാവും, 11 മണിയാവും. വണ്ടി ഇവിടെ. അത് ശരി, നീ ഇവിടെ നിൽക്കാം. അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയമായിരുന്നു. നീ ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഒരു പേടിക്കൊള്ളി. അണ്ണൻ വെറുതെ. ശീഘ്രം വാങ്ങും, ഞാൻ കാത്തുകിട്ടേ ഇരിക്കേ. ഓ, പ്രമാദമാ തമിഴ് പേசுறே. തമിഴത്തി വേണ്ട. എങ്ങോട്ടാ വന്നിരിക്കേ? അപ്പം ഈ ഒരു പ്ലേ മൊത്തം വായിച്ചു കാണുമല്ലോ സാർ എന്തായാലും. സോ ആസ് എൻ ഓഡിയൻ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചേച്ചിയുടെ കൂടെ എത്ര നാളായി ഇപ്പൊ? ഇപ്പം 6 വർഷമായിട്ടുണ്ട്. 6 വർഷമായി. സാർ ഇങ്ങനെ പതിയെ പ്രത്യേകിച്ച് ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും വരില്ല, വരത്തേ ഇല്ല. ഇല്ല. അതെ അതെ. അപ്പൊ ഇതിന്റെ പിന്നിൽ നിന്നുള്ള പരിപാടികളാണ്. ഓക്കെ. അപ്പൊ ചേച്ചി പറയുണ്ടായി ലൈക് ഡയറക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് അത്രയും. അതെ, അത്രയും നല്ലൊരു ഡയറക്ടർ ആണ്. അതെ. ഓക്കെ. അപ്പം ഇതിനു മുമ്പ് ഏതൊക്കെ വർക്കാണ് ഇപ്പൊ ചേച്ചിയുടെ ഒപ്പം ചെയ്തിട്ടുള്ളത്? രൗദ്രമുഖി കഴിഞ്ഞ വർഷം ചെയ്ത തൃശ്ശൂലശങ്കരി, ജടാമുകുടം. ഇങ്ങനെ മൂന്ന് പ്രൊജക്ടോളം ചെയ്തു. കുറച്ച് നാളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വരികയാണ് അല്ലേ? വളരെയധികം ഹോപ്പുള്ള പ്രോജക്റ്റ് ആണോ ഇപ്പൊ നാഗവല്ലി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ പ്രതീക്ഷ അത് അതുപോലെ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഒരുപാട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. താങ്ക് യു സോ മച്ച്. അങ്കനമാ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴിക നൽകി ദേവി മാണിക്യവാസകർ മൊഴിക നൽകി ദേവി ഇളങ്കോവടികൾ ശീലമ്പു നൽകി തമിഴകമാ